പ്യൂബിക് ഹെയർ റിമൂവ് ചെയ്യാത്തത് അൺഹൈജീനിക് ആണോ? ഒരുപാട് ആളുകൾക്കുള്ള സംശയമാണിത്. ഡോക്ടറെ കാണാൻ പോകുമ്പോഴും, ഡെലിവറിക്ക് മുൻപും, മാരേജിന് മുൻപും, സെക്ഷുവൽ ഇന്റിമസിക്ക് മുമ്പും എല്ലാം ഇത് റിമൂവ് ചെയ്യേണ്ടത് ആവശ്യമല്ലേ? അതല്ലെങ്കിൽ അവരൊക്കെ എന്ത് വിചാരിക്കും, കുറച്ചിലല്ലേ എന്ന ചിന്ത ഇപ്പോഴും നമ്മുടെ ഇടയിലുള്ള ഒരുപാട് പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കുമുണ്ട്. എല്ലാവർക്കും നമസ്കാരം. മൈൻഡ് ബോഡി കെയറിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഡോക്ടർ സീത. പ്യൂബിക് ഹെയർ ഉള്ളത് അൺഹൈജീനിക് ആണോ, അതായത് വൃത്തിയില്ലായ്മയാണോ എന്നതിനെ കുറിച്ച് ആദ്യം പറയാം. പലരുടെയും മനസ്സിലൊരു ധാരണയുണ്ട്, രോമങ്ങൾ ഉണ്ടെങ്കിൽ അത് അയ്യേ എന്നാണ്, രോമങ്ങൾ മാറ്റിയാൽ മാത്രമേ അത് ക്ലീൻ ആവൂ എന്ന്. സോഷ്യൽ മീഡിയയും പരസ്യങ്ങളുമെല്ലാം നമ്മെ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണിത്. ഒരു ഡോക്ടർ, പ്രത്യേകിച്ചും ഒരു ഗൈനക്കോളജിസ്റ്റ് എന്ന നിലയിൽ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം കേട്ടോ. പ്യൂബിക് ഹെയർ ഉള്ളത് ഒട്ടും അൺഹൈജീനിക് അല്ല. ശുചിത്വം അല്ലെങ്കിൽ ഹൈജീൻ എന്ന് പറയുന്നത് അവിടെ രോമം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിലല്ല, പകരം നിങ്ങൾ ആ ഭാഗം എത്രത്തോളം വൃത്തിയായി സൂക്ഷിക്കുന്നു എന്നതിലാണ്. നിങ്ങൾ ദിവസവും കുളിക്കാറുണ്ടോ? ആ ഭാഗം കഴുകി വൃത്തിയാക്കാറുണ്ടോ? വേർപ്പ് ഒരുപാടുള്ളപ്പോൾ വസ്ത്രം മാറാറുണ്ടോ? വായു സഞ്ചാരമുള്ള കോട്ടൺ അണ്ടർവെയർ ആണോ ധരിക്കുന്നത്? ഇതൊക്കെ ചെയ്യുമ്പോഴാണ് ആ ഭാഗം ക്ലീൻ ആയിട്ടിരിക്കുന്നത്, അതല്ലാതെ അവിടുത്തെ രോമങ്ങൾ എടുത്തു മാറ്റുമ്പോഴല്ല. അപ്പോൾ പ്യൂബിക് ഹെയർ റിമൂവ് ചെയ്യാതെ വെച്ചാൽ കുഴപ്പമില്ല അല്ലേ? യാതൊരുവിധ കുഴപ്പവുമില്ല. അതിന്റെ പേരിൽ ആരും ചമ്മൽ അനുഭവിക്കേണ്ടതിന്റെയോ വിഷമിക്കേണ്ടതിന്റെയോ ഒരു ആവശ്യവുമില്ല. എന്നാലും ഈ രോമങ്ങൾ അവിടെ ഉള്ളത് ഒരു അസ്വസ്ഥത തന്നെയാണ് കേട്ടോ. എന്തിനാണ് പ്രകൃതി ഇതൊക്കെ നൽകിയിരിക്കുന്നത് എന്നും പലരും ആലോചിക്കാം. നോക്കൂ, നമ്മുടെ കണ്ണുകളുടെ സംരക്ഷണത്തിന് കൺപീലികൾ അല്ലെങ്കിൽ ഐലാഷസ് ഇല്ലേ, നമ്മുടെ മൂക്കിന്റെ ഉള്ളിലേക്ക് അണുക്കളും പൊടിയും ഒന്നും കയറാതിരിക്കാൻ ചെറിയ ചെറിയ രോമങ്ങളില്ലേ, അതേപോലെ പ്രകൃതി സജ്ജീകരിച്ചിരിക്കുന്ന ഒന്നാണ് പ്യൂബിക് ഹെയർ. നമ്മുടെ കുട്ടികൾ വളർന്ന് കൗമാരപ്രായം പ്യൂബർട്ടിയിൽ എത്തി നിൽക്കുമ്പോൾ ശരീരത്തിൽ ഹോർമോണുകളുടെ സ്വാധീനത്തിൽ വരുന്ന ആദ്യമായി സംഭവിക്കുന്ന മാറ്റങ്ങളിൽ ഒന്നാണ് ഈ പ്യൂബിക് ഏരിയ, അതായത് ഗുഹ്യഭാഗത്തിലും കക്ഷത്തിലുമൊക്കെ രോമങ്ങൾ വളരുക എന്നത്. അത് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. പ്രകൃതി ഗുഹ്യഭാഗത്ത് രോമങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നതിന് പിന്നിലും കാരണങ്ങളുണ്ട് കേട്ടോ. ഒന്നാമതായി ഇത് ആ ഭാഗത്തെ സ്കിന്നിന് ഒരു സംരക്ഷണം അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ നൽകുന്നു. നമ്മൾ നടക്കുമ്പോൾ, വ്യായാമം ചെയ്യുമ്പോൾ, ഇറുക്കമുള്ള വസ്ത്രം ധരിക്കുമ്പോൾ അല്ലെങ്കിൽ സെക്ഷുവൽ ഇന്റർകോഴ്സിൽ ഏർപ്പെടുമ്പോഴെല്ലാം അവിടെ ഫ്രിക്ഷൻ കാരണം ഉരസൽ വരാനുള്ള സാധ്യതയുണ്ട്. ഈ പ്യൂബിക് ഹെയർ ഒരു കുഷൻ പോലെ പ്രവർത്തിച്ച് ആ ഫ്രിക്ഷൻ കുറയ്ക്കുകയും ചർമ്മത്തിലുണ്ടാകാവുന്ന പൊട്ടലുകൾ, അസ്വസ്ഥതകൾ ഇവയിൽ നിന്നുമെല്ലാം സംരക്ഷിക്കുകയും ചെയ്യുന്നു. രണ്ടാമതായി വിയർപ്പും ഈർപ്പവും എല്ലാം എപ്പോഴും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് അല്ലെ. ഈ രോമങ്ങൾ അവിടുത്തെ കൃത്യമായ മൈക്രോ എൻവിറോൺമെന്റ് നിലനിർത്തുവാൻ സഹായിക്കുന്നു. മൂന്നാമതായി ഇത് ഒരു പരിധിവരെയെങ്കിലും ഒരു പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു ബാരിയറായി പ്രവർത്തിക്കുന്നു. പുറത്തു നിന്നുള്ള അഴുക്കും അണുക്കളും എല്ലാം അകത്തേക്ക് കടക്കാതിരിക്കാൻ ഒരു നല്ല പരിധിവരെ സഹായിക്കും. എല്ലാത്തരം ഇൻഫെക്ഷനിൽ നിന്നും എപ്പോഴും സംരക്ഷണം നൽകും എന്നല്ല ഞാൻ പറയുന്നത്, എന്നാൽ പ്രകൃതി ഇതിന് ഒരു വലിയ പരിധിവരെ ഈ റോള് നൽകിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ എന്തിനാണ് എല്ലാവരും ഈ പ്യൂബിക് ഹെയർ റിമൂവ് ചെയ്യുന്നതിന്റെ പുറകെ നടക്കുന്നത്? അത് റിമൂവ് ചെയ്യുന്നതും കുഴപ്പമാണോ? അയ്യോ, ആകെ കൺഫ്യൂഷൻ ആയല്ലോ. ഈ പോണോഗ്രാഫി വീഡിയോയിലും എല്ലാം നമ്മൾ കാണുന്നത് എന്താ, ക്ലീൻ ഷേവനായിട്ട് ഉള്ള ആ ഒരു ഗുഹ്യഭാഗമാണ് അല്ലേ. അപ്പൊ നമ്മുടെ മനസ്സിൽ തോന്നും, അയ്യോ നമ്മളും അത് ചെയ്യാമെന്ന്. പിന്നെ ചിലരൊക്കെ വ്യക്തിഗതമായിട്ടുള്ള താല്പര്യത്തിന്റെ പുറത്തും അത് എടുത്തു കളയാറുണ്ട്. ചിലരൊക്കെ പാർട്ട്ണറിന് അതാണ് ഇഷ്ടം എന്ന രീതിയിലും എടുത്തു കളയാറുണ്ട്. അത് അവരവരുടെ ഇഷ്ടം. തലമുടി നമ്മൾ നീട്ടി വളർത്തണോ, അല്ലെങ്കിൽ ഇത്രയ്ക്ക് വെട്ടി വളർത്തണോ, ഇല്ലെങ്കിൽ ക്രോപ്പ് അടിക്കണോ, ഇല്ലെങ്കിൽ കംപ്ലീറ്റ് മൊട്ടയാക്കണോ എന്നുള്ളതൊക്കെ നമ്മുടേതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള താല്പര്യമല്ലേ. അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമോ ദോഷമോ ഒന്നും ഇല്ലല്ലോ, ഉണ്ടോ? അതേപോലെ തന്നെയാണ്. നിങ്ങൾക്കത് അവിടെ വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാം. അത് റിമൂവ് ചെയ്തത് കൊണ്ട് മാത്രം നമ്മുടെ ആരോഗ്യത്തിന് ഭീകരമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. എന്നാൽ നമുക്ക് അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും എല്ലാം വരാതിരിക്കുവാൻ നമ്മൾ ഇത് റിമൂവ് ചെയ്യാൻ തിരഞ്ഞെടുക്കുന്ന രീതിയും അതേപോലെ റിമൂവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എല്ലാം ഒന്ന് അറിഞ്ഞിരുന്നാൽ നല്ലത്. അപ്പോൾ അതെന്തൊക്കെയാണെന്നും കൂടി നോക്കാം അല്ലെ. പല മാർഗങ്ങളും ആളുകൾ സ്വീകരിക്കാറുണ്ട് ഈ പ്യൂബിക് ഹെയർ റിമൂവ് ചെയ്യാൻ. ഷേവിംഗ് എന്നത് ഒരുപാട് ആളുകൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഇവിടെ പ്രശ്നം എന്താന്ന് വെച്ചാൽ അറിയാതെയൊക്കെ മുറിവുകൾ സംഭവിക്കാം, അതേപോലെ റേസർ ബേൺസ് എല്ലാം സംഭവിക്കാനുള്ള സാധ്യതയും ഉണ്ട്. രോമങ്ങൾ വീണ്ടും വളർന്നു തുടങ്ങുമ്പോൾ ഈ പ്രിക്കി ആയിട്ടുള്ള, അതായത് കുത്തുന്ന തരം ഒരു സെൻസേഷനും അനുഭവപ്പെടാം. അതൊരു സുഖകരമായിട്ടുള്ള ഒരു കാര്യമല്ല അല്ലെ. കൂടാതെ രോമങ്ങൾ ഉള്ളിലേക്ക് വളരുന്ന, അതായത് ഇൻഗ്രോൺ ഹെയർ ആയിട്ട് വരാനുള്ള സാധ്യതയും ഉണ്ട്. ചിലരൊക്കെ വാക്സിംഗ് ആണ് ചെയ്യുന്നത് ഈ ഭാഗത്തെ രോമങ്ങൾ എടുത്തു കളയാൻ. എന്നാൽ ഇവിടെ ഈ വാക്സ് ചെയ്യുമ്പോൾ വേദന, റെഡ്നെസ്, സ്കിന്നിൽ വലിച്ചലുകൾ എന്നിവ അനുഭവപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
പലതരത്തിലുള്ള ഹെയർ റിമൂവൽ ക്രീംസും ആളുകൾ ഉപയോഗിക്കുന്നത് കാണാം. ഇത്തരം ക്രീമുകളിലെ കടുത്ത കെമിക്കൽസ് എല്ലാം ആ ഭാഗത്തെ ആ ലോലമായ ചർമ്മത്തിൽ കെമിക്കൽ ബേൺസ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കണം കേട്ടോ. അപ്പോൾ അത് വേണ്ട എന്നാണ് എന്റെ അഭിപ്രായം. അപ്പോൾ പിന്നെ ഏറ്റവും നല്ല മാർഗം എന്താണ്? ഒരു ഡോക്ടർ എന്ന രീതിയിൽ എന്റെ വ്യക്തിപരമായിട്ടുള്ള പേഴ്സണൽ ആയിട്ടുള്ള റെക്കമെൻഡേഷൻ ഇതാണ്. പ്യൂബിക് ഹെയർ നിങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നു എന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യുന്നതിന് പകരം ട്രിം ചെയ്യുക. ട്രിം ചെയ്യുമ്പോൾ സിസേഴ്സ് അല്ലെങ്കിൽ കത്രിക ഉപയോഗിക്കുന്നതിനേക്കാൾ എത്രയോ സുരക്ഷിതത്വവും നല്ലതും എളുപ്പവുമാണ് ഇലക്ട്രിക്കൽ ട്രിമ്മേഴ്സ്, ബാറ്ററി ഓപ്പറേറ്റഡ് ട്രിമ്മേഴ്സ് ഉപയോഗിച്ച് ചെയ്യുക എന്നത്. ഓൺലൈനിലൂടെ പലതരത്തിലുള്ള ബാറ്ററി ഓപ്പറേറ്റഡ് ട്രിമ്മേഴ്സ് ലഭ്യമാണ്. കുറച്ച് ലിങ്കുകളെല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർക്കാം കേട്ടോ. ട്രിം ചെയ്യുമ്പോൾ, ഷേവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന തരം മുറിവുകളോ വാക്സ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കടുത്ത വേദനയും തടിപ്പുമോ ക്രീംസ് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന കെമിക്കൽ ബേൺസോ ഒന്നും തന്നെ ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല. അതുകൊണ്ട് അവിടുത്തെ രോമങ്ങൾ ഒരുപാട് കൂടുതലൊന്നും വളരാതെ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ല മാർഗം ട്രിമ്മിംഗ് തന്നെ ആണ്. സോഷ്യൽ മീഡിയയിലെ പരസ്യങ്ങളോ ട്രെൻഡുകളോ എല്ലാം കണ്ട് ആരും ഇതൊന്നും ചെയ്യാൻ മെനക്കെടേണ്ട ഒരു ആവശ്യവും ഇല്ല. നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ സൗകര്യം നിങ്ങൾ തിരഞ്ഞെടുക്കുക, അത്രമാത്രം. ഞാനൊരു ഗൈനക്കോളജിസ്റ്റും സെക്ഷുവൽ ഹെൽത്ത് കൺസൾട്ടന്റുമായി വർഷങ്ങളോളം പല സ്ത്രീകളെയും പരിശോധിക്കുന്ന ഒരാളാണ്. ഞങ്ങളുടെ അടുത്ത് പരിശോധനയ്ക്ക് വരുമ്പോൾ നിങ്ങൾ ആ ഭാഗത്തെ രോമങ്ങളെല്ലാം ഫുള്ളായി ഷേവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞങ്ങളുടെ പരിശോധനയെ ഒരു തരത്തിലും ബാധിക്കാറില്ല. അതുപോലെ പ്രസവത്തിന് വേണ്ടി ആശുപത്രിയിൽ പോകുന്ന സമയത്തും പണ്ടൊക്കെ ഈ ഷേവിംഗ് ഒക്കെ ചെയ്യുമായിരുന്നു. ഇപ്പോഴൊക്കെ ആ രോമങ്ങളെല്ലാം ആവശ്യമുണ്ടെങ്കിൽ ട്രിം ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. കാരണം അതാണ് കൂടുതൽ സുരക്ഷിതവും നല്ലതും എന്നാണ് ഇപ്പോൾ ശാസ്ത്രം പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കിയ പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്യൂബിക് ഹെയർ ഉള്ളത് വൃത്തിഹീനം അല്ല, അത് തികച്ചും സ്വാഭാവികമായിട്ടുള്ളതാണ്. അത് റിമൂവ് ചെയ്തില്ല എന്നത് കാരണം അവിടെ വൃത്തി ഉണ്ടാവില്ല എന്നതല്ല. അത് കളയണമെന്ന് ഒട്ടും നിർബന്ധവുമില്ല. ഇനി നീളം കുറയ്ക്കണമെന്ന് തോന്നിയാൽ ഏറ്റവും സുരക്ഷിതമായ മാർഗം ട്രിമ്മിംഗ് ആണ്. സോഷ്യൽ മീഡിയയിലെ പരസ്യങ്ങളോ ട്രെൻഡുകളോ എല്ലാം കണ്ട് ആരും ഇതൊന്നും ചെയ്യാൻ മെനക്കെടേണ്ട ഒരു ആവശ്യവും ഇല്ല. അപ്പോൾ ഈ കിട്ടിയ അറിവുകളെല്ലാം എല്ലാവരുമായി ഷെയർ ചെയ്യാൻ ഓർക്കണേ കേട്ടോ. അതിനാൽ ഈ വീഡിയോ ലിങ്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നത് വരെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ശാന്തിയും സന്തോഷവും സമാധാനവും ആരോഗ്യവും എല്ലാം നേരുന്നു. ലവ് യു ആൾ.